നമസ്കാരം. ഇന്ന് നിങ്ങളെ ഒരു പുസ്തകമാണ് പരിചയപ്പെടുത്തുന്നത്. ഒരു കവിതാ സമാഹാരമാണത്. ആ സമാഹാരത്തിൻ്റെ പേര് സന്ദേഹിയുടെ തളിർമരം. ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് ബിനോയ് വിശ്വം, CPIയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുൻ മന്ത്രിയുമൊക്കെയായ ബിനോയ് വിശ്വം. 24 കവിതകളാണ് ഈ കവിതാ സമാഹാരത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. 50,000-ൽ അധികം ഏക്കർ ഭൂമി കേരളത്തിൽ റിസർവ് വനമായി പ്രഖ്യാപിച്ചതും ലോകത്ത് വനനശീകരണത്തിൻ്റെ ഫലമായി മരങ്ങൾ ഇല്ലാതാകുമ്പോൾ കേരളത്തിൽ 1,87,00,000 തൈകൾ ജനപങ്കാളിത്തത്തോടെ നട്ടുപിടിപ്പിച്ച വനം വകുപ്പ് മന്ത്രിയായിരുന്നു ബിനോയ് വിശ്വം. ആഗോളതാപനം മരമാണ് മറുപടി എന്ന മുദ്രാവാക്യം ശ്രീ ബിനോയ് വിശ്വത്തിൻ്റെ മനസ്സിലുദിച്ച ആശയമാണ്. ഈ മുദ്രാവാക്യം പിന്നീട് കേരള സമൂഹം ഏറ്റുപാടി. ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് അന്തരിച്ച പ്രസിദ്ധ കവയിത്രി സുഗതകുമാരിയാണ്. സുഗതകുമാരി ടീച്ചർ വളരെ വിശദമായി അവതാരികയിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കറണ്ട് ബുക്സ് കോട്ടയമാണ് ഇതിൻ്റെ പ്രസാധകർ. 24 ആശയ ഗാംഭീര്യമുള്ള കവിതകളാണ് ഇതിനകത്തുള്ളത്. ആ കവിതകൾ ഓരോന്നും വ്യത്യസ്തവും വളരെയധികം ചിന്തയ്ക്ക് വഴി നൽകുന്നതുമാണ്. മരണത്തിനപ്പുറം, അയ്യപ്പനോട്, നിസ്സഹായൻ്റെ ആത്മാലാഭം, ദീർഘയാത്രകൾ, 21-ാം നൂറ്റാണ്ടിലെ പൗരൻ, ഭരണം, നിൻ്റെ പട്ടുറുമാലുമായി പോവുക, മൂക്ക്, മധുര, എൻ്റെ സഹോദരി, സന്ദേഹിയുടെ തളിർമരം, കാലാവസ്ഥ മാറ്റം, കണ്ണുനീർത്തുള്ളിയിൽ സ്നേഹമുണ്ടോ, ആകാശവീതിയിൽ, പ്രണയത്തിൻ നിറമെന്ത്, ദൂരങ്ങൾ അലിയിച്ച്, ഇനിയൊരു നാളിലും, കാട്, ONV, കാത്തിരിപ്പ്, നിള, നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ, എല്ലാം എന്നെ ഏൽപ്പിക്കുക, ഇങ്ങനെ തുടങ്ങി 24 കവിതകളാണ് ഈ സമാഹാരത്തിലുള്ളത്. മികച്ച രചനയാണ്. ഈ മികച്ച ഒരു കവിതാ സമാഹാരമാണ്. എല്ലാവരും അത് വായിക്കുക. ഇത്രയും മാത്രം. നന്ദി, നമസ്കാരം.